സന്ധ്യാനമസ്കാരം കഴിയുമ്പോൾ ഇടവകദേശത്തെ കൊച്ചാലുംമൂട്ടിൽ നിന്നും പാറയ്ക്കൽ നിന്നുമുള്ള റാസകൾ വാദ്യഘോഷത്തോടെ പുറപ്പെട്ട് പള്ളിയിലെത്തും. ഈ സമയത്ത് പള്ളി പരിസരത്ത് ദീപക്കാഴ്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകും. ദേവനദിയായ കൊടൂരാറിന്റെ തീരത്ത് തിരികൾ തെളിയും. വിശാലമായ അക്കരപ്പാടത്ത് വാഴപ്പിണ്ടി നാട്ടി അതിനുമേൽ എണ്ണവിളക്കുകൾ തെളിച്ചുവെക്കും. ദീപക്കാഴ്ചയൊരുക്കുന്ന വെളിച്ചത്തിന്റെ വഴിയിലൂടെ പ്രധാന റാസയുടെ തുടക്കമാകും. മുത്തുക്കുടകളുമായി ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന റാസയ്ക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയുണ്ട്. പൊൻകുരിശും വെള്ളിക്കുരിശുമേന്തി നീങ്ങുന്ന ഇടയ ജനങ്ങൾക്കൊപ്പം മേക്കട്ടിക്ക് കീഴിൽ അംശവസ്ത്രങ്ങൾ അണിഞ്ഞ് സഭാവൈദികർ സഞ്ചരിക്കും. നാടിനെയും നാട്ടുകാരെയും അനുഗ്രഹിച്ചുകൊണ്ടുള്ള ആഘോഷയാത്രയാണിത്. വിശുദ്ധ ഗീവർഗീസിന്റെ ചിത്രം വെച്ച് നിലവിളക്ക് കൊളുത്തി നാട്ടുകാർ പ്രദക്ഷിണത്തെ വരവേൽക്കും. അരുളിക്കയേന്തിയ വൈദികർ വഴിയിൽ കാത്തുനിൽക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ നൽകും. വിശുദ്ധ ഗീവർഗീസ് പുണ്യാളന്റെ വാഹനമായ വെളുത്ത കുതിര സഹദായയുടെ രൂപചിത്രവും വഹിച്ചുകൊണ്ടുള്ള രഥവുമായി റാസയിലുടനീളം അനുയാത്ര ചെയ്യും. പ്രദക്ഷിണ വഴിയിലൂടെ റാസ പള്ളിക്കവലയിൽ എത്തിച്ചേരുമ്പോൾ അവിടെ നിന്ന് മടക്കയാത്രയും ആരംഭിക്കും. രാത്രി 10 മണിയോടെ പ്രദക്ഷിണം പള്ളി അങ്കണത്തിൽ പ്രവേശനം ചെയ്യും. നിന്നെ ഓർമ്മിച്ചു ആട്ടിൻ കൂട്ടത്തെ കർത്തൻ കാക്കുന്നു, കണ്ടാലും നിന്നെ കൊണ്ടാടും കൂട്ടം, നിന്നെ നന്ദിക്കും മിശിഹായെ വാഴ്ത്തും. ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ യാചിപ്പെന്നും സങ്കേതസ്ഥാനം.
സദാ ആർത്തന്മാരല്ല ത്വൽപാദം പൂകി തദ്വാക്യം കേൾക്കാൻ സാത്താനാകർഷി എന്നോർക്കാശ്വാസം രോഗിക്കാലംബം നൽകേണം നാഥ. ഹല്ലേലൂയ ഹല്ലേലൂയ നീ നൽകിടേണം പാപത്തിൻ ശാന്തി. ദേവാലയത്തിന്റെ തെക്കേ വാതിൽ വഴി അകത്ത് കടന്ന് പ്രാർത്ഥനയോടെ പെരുന്നാൾ തലേന്നുള്ള പ്രധാന റാസ സമാപിക്കുന്നു. വിശ്വാസത്താലേ ഇതിനുശേഷം ഇടവക ജനങ്ങൾ കാത്തിരുന്ന കരിമരുന്ന് പ്രയോഗത്തിന് തിരികൽ തെളിയും. 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ടാണ് തലപ്പെരുന്നാൾ ദിനത്തിലെ ഒരു മുഖ്യ ആകർഷണം. പെരുന്നാൾ ദിനമായ 7-ാം തീയതി വെളുപ്പിന് 1 മണിക്ക് വെച്ചൂട്ടിന്റെ ചടങ്ങുകൾ തുടങ്ങും. വെച്ചൂട്ടിന് പന്തീരുനാഴിയിൽ ഇടാൻ വൈദിക സാന്നിധ്യത്തിൽ ആദ്യം 13 കൊട്ട അരി പകരും. പള്ളിയിൽ നിന്നും കത്തിച്ചെടുക്കുന്ന കോലുവിളക്കിൽ നിന്നാണ് പന്തീരുനാഴിയുടെ അടുപ്പിൽ തീ പകരുന്നത്. കൊടൂരാറ്റിൽ കഴുകിയെടുക്കുന്ന അരി കരക്കാർ ഒത്തുചേർന്ന് പന്തീരുനാഴിയിലും മറ്റ് പാത്രങ്ങളിലുമായി പാചകം ചെയ്യും. വെച്ചൂട്ടിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനോടൊപ്പം രാവിലെ 5 മണിക്ക് ആദ്യ കുർബാന ആരംഭിക്കും. തുടർന്ന് 8 മണിക്ക് പ്രഭാത നമസ്കാരമാണ്. 9 മണിക്ക് തിരുനാൾ ചടങ്ങുകളിൽ പ്രധാനമായ 9 കുർബാന തുടങ്ങും. 9 ബിഷപ്പുമാർ 9 വിശുദ്ധന്മാരുടെ അൾത്താരകളിൽ കുർബാനയർപ്പിക്കും. പെരുന്നാൾ ദിവസത്തെ 9 കുർബാന യേശുവിന്റെ തിരുവത്താഴത്തെ പ്രതീകവൽക്കരിക്കുന്ന മഹത്വമാർന്ന കൂദാശയായി കരുതപ്പെടുന്നു. ഇടവകയിലെ ഏറ്റവും വലിയ ശുശ്രൂഷയും ദൈവത്തിന് നൽകുന്ന പരമമായ ആരാധനയുമാണിത്. വിശ്വാസജനങ്ങൾ തങ്ങളുടെ ഹൃദയത്തിലും ആത്മാവിലും ഐക്യപ്പെടുന്ന തിരുനാൾ കുർബാനയിൽ രക്ഷകനായ യേശുവിന്റെ അപദാനങ്ങളെ വൈദിക സമൂഹം പ്രകീർത്തിക്കുന്നു. 11 മണിക്ക് 9 കുർബാന അവസാനിച്ചു കഴിഞ്ഞ് ബഹനാൻ സഹദായയുടെ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ ഗീവർഗീസ് പുണ്യാളന്റെ തിരുശേഷിപ്പിൽ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന കഴിയുമ്പോൾ പെരുന്നാളിന് പള്ളിയിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന ചടങ്ങായ വെച്ചൂട്ട് ആരംഭിക്കും.